നമ്മുടെ സ്ലീവാച്ച് വന്നിട്ടുള്ള ആദ്യത്തെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ചെയ്തില്ല കേട്ടോ. അറിയാലോ, പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ, രാവിലെ എണീറ്റ് മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേപോലൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ ഭീഷണി വന്നു കേട്ടോ. വീട്ടിലേക്ക് ഈസ്റ്ററിന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവിടെ മടി കാണിച്ചിരുന്നു ഞങ്ങളെ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വാങ്ങും പറഞ്ഞ് നമ്മുടെ പള്ളിയിലുള്ള ടോമിച്ചേട്ടൻ വിളിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചെന്നു, അവിടുത്തെ ആൻറ്റി നമുക്ക് ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. അതെല്ലാം നല്ല വയറ് നിറച്ചൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചപ്പോൾ അടുത്ത പ്ലാൻ തലയിലേക്ക് ഉദിച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഈസ്റ്ററൊക്കെ അല്ലേ, നമുക്ക് എങ്ങോട്ടേലും പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സൺസെറ്റ് കാണാനാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ട്രെയിനിൽ കയറി പോവുകയാണ്. ചാറ്റിപ്പീറ്റിയോട് ചോദിച്ചപ്പോൾ ഏറ്റവും അടുത്തുള്ള സൺസെറ്റ് കാണുന്ന ബീച്ച് ഇതാണെന്ന് പറഞ്ഞ് എനിക്കൊരു ബീച്ച് പറഞ്ഞു കേട്ടോ, അർണാല ബീച്ച്. പോകുന്ന വഴി തന്നെ ഇതിൻ്റെ സൺസെറ്റായി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രാത്രിയായി. സൂര്യനൊക്കെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഞാൻ ആ ബീച്ചിലെത്തിയത് കേട്ടോ. ചാറ്റിപ്പിറ്റിയോട് രണ്ട് വർത്താനം പറയണം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം മറന്നുപോയി. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് തെറ്റിയതാണോ ചാറ്റിപ്പിറ്റിക്ക് തെറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് അടുത്ത ബീച്ച് എന്ന് പറഞ്ഞു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയത് ബീച്ചിലേക്ക് തന്നെ ഒരു 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയോ ഊട് വഴി കൂടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് കേട്ടോ. ശരിക്കും തിരിച്ചു വരാൻ വണ്ടി കിട്ടുമോ എന്നുള്ള പേടി വരെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹത്തിൽ എന്തായാലും വണ്ടി കിട്ടി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ സ്ലീവാച്ചിനെ ഒന്ന് കാലൊന്ന് വെള്ളത്തിൽ മുക്കിയേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, അതെങ്കിലും ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് തിരമാലനെയൊക്കെ സോപ്പിട്ട് വിളിച്ച് ഇതിൻ്റെ സ്ലീവാച്ചനെയും കൊണ്ട് ഞങ്ങൾ കടലിലേക്ക് അങ്ങോട്ട് നടന്നു കേട്ടോ. അവന് ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേണ്ട അങ്ങനെ കാല് അവൻ്റെ ഒന്ന് നനച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വേണ്ട ആദ്യത്തെ കാല് നനയ്ക്കില്ലാത്ത തന്നെ കാല് അതിനകത്ത് കുത്തിയുള്ള ചെളിയെല്ലാം അവനിങ്ങനെ ഇറക്കിയെടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തിരമാലയ്ക്ക് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അതുകൂടെ കഴിഞ്ഞിട്ട് ഈ കാല് കഴുകിയിട്ട് വേണേ കൊണ്ടുപോയി. ഫുള്ള് കറുത്ത കളറിലെ മണ്ണായിരുന്നു. അങ്ങനെ തന്നെ സക്സസ്ഫുള്ളി കാലൊക്കെ കഴുകി ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടെ കുറച്ച് നേരം ഒന്ന് നിന്നു കേട്ടോ. ഒരു 10-20 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് പോയേക്കാം. കാരണം ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 8:30 ആയായിരുന്നു. ഇപ്പോൾ പോയാലേ നമുക്കൊരു 9:30 എങ്കിലും ആകുമ്പോൾ വീട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുറേ എന്താണ് പറയുന്നത്, സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് പാതിരാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ചായയൊക്കെ അവിടെ നിന്ന് കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട്